ഹലോ, എല്ലാവർക്കും സുഖമാണോ? നമുക്ക് സെവൻത്ത് ചാപ്റ്ററിലേക്ക് പോവാം അല്ലേ? ഓക്കെ, സെവൻത്ത് ചാപ്റ്ററിൻ്റെ പേരാണ് വാ മേരെ ഘോഡേ. അപ്പം ഇതൊരു കവിതയാണ്. ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കവിതയാണ്. ഇതിൽ കൂടുതൽ അർത്ഥങ്ങളൊന്നും പഠിക്കാനില്ല. ഇത് നല്ല ഈണത്തിൽ നിങ്ങൾ പാടാൻ മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഇവിടെ ഘോഡേ, ഘോഡേ എന്ന് പറഞ്ഞാൽ എന്താ? ഘോഡ എന്ന് പറഞ്ഞാൽ കുതിര, ഹോഴ്സ്. ഹോഴ്സിനാണ് നമ്മൾ ഘോഡ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാട്ട് നമുക്കൊന്ന് പാടി നോക്കാം അല്ലേ? ഏക് കദം ദോ കദം തീൻ കദം താൽ, വാ മേരെ ഘോഡേ ക്യാ തേരി ചാൽ. एक कदम दो कदम तीन कदम ताल, भाग मेरे घोड़े चल नैनीताल. एक कदम दो कदम तीन कदम ताल, ले मेरे घोड़े चने की दाल. एक कदम दो कदम तीन कदम ताल, खाकर दिखा फिर अपना कमाल. നല്ല പാട്ടല്ലേ? ഓക്കെ, അപ്പം നമുക്ക് എന്താ ഇതിൻ്റെ അർത്ഥം നോക്കാം. ഏക് കദം ദോ കദം തീൻ കദം താൽ എന്ന് പറഞ്ഞാൽ ഒരു കുതിര, എങ്ങനെയാണ് കുതിര നടക്കുന്നത്? ഒരു 1 സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് 3 സ്റ്റെപ്പ് അങ്ങനെയാണ് കുതിര നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞപ്പം നമ്മുടെ കുട്ടിക്ക് ഒരു താളം കിട്ടുകയാണ്. കുട്ടിക്ക് പറയാ, ഇപ്പം നിൻ്റെ താളം ഭയങ്കര നന്നായിട്ടുണ്ട്, നീ നല്ല റിതമിക്കായിട്ട് നല്ല താളത്തിലാണല്ലോ നടക്കുന്നത്. എങ്ങനെയാണ് കുതിര നടക്കുക? 1 സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് 3 സ്റ്റെപ്പ് അങ്ങനെ നല്ല താളത്തിലാണ് നടക്കുന്നത്. അതാണ് ഏക് കദം ദോ കദം തീൻ കദം താൽ. ഇങ്ങനെയുള്ള താളത്തിലല്ലേ മേരെ ഘോഡേ ക്യാ തേരി ചാൽ. വാവ്, കൊള്ളാം. ഏക് കദം ദോ കദം തീൻ കദം താൽ, ഭാഗ് മേരെ ഘോഡേ ചൽ നൈനിതാൽ. അപ്പോൾ കുട്ടി പറയാണ്, ഇതേപോലെ ഈ താളത്തിൽ 1 സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് 3 സ്റ്റെപ്പ് വെച്ച് ഓടിപ്പോയിട്ട് ചൽ നൈനിതാൽ. നൈനിതാൽ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലമാണല്ലേ. എവിടെയാണ് നൈനിതാൽ എന്ന് നിങ്ങൾക്ക് അറിയോ? അപ്പം നിങ്ങൾ പോയിട്ട് നോക്കണം എവിടെയാണ് നൈനിതാൽ എന്ന് പറഞ്ഞ സ്ഥലം. ആ നൈനിതാലിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കണം കേട്ടോ. അപ്പം നൈനിതാലിലേക്ക് പോകൂ. അടുത്തത് ഏക് കദം ദോ കദം തീൻ കദം താൽ, ലേ മേരെ ഘോഡേ ചനെ കി ദാൽ. അപ്പം നമ്മുടെ ഹോഴ്സിന് കുട്ടി എന്താ കൊടുക്കുന്നത്? ലേ മേരെ ഘോഡേ ചനെ കി ദാൽ. ചനെ കി ദാൽ എന്ന് പറഞ്ഞാൽ കടലപ്പരിപ്പാണ്. അപ്പോൾ കുട്ടി ഹോഴ്സിന് ചനെ കി ദാൽ കടലപ്പരിപ്പ് കൊടുക്കുകയാണ്. एक कदम दो कदम तीन कदम ताल, खाकर दिखा फिर अपना कमाल. അപ്പോൾ ഈ കടലപ്പരിപ്പ് കൊടുത്തില്ലേ, അത് കഴിച്ചിട്ട് ദിഖാ ഫിർ അപ്ന കമാൽ, നീ നിൻ്റെ മാജിക്, നീ നിൻ്റെ എനർജി കാണിക്കൂ എന്നാണ് പറയുന്നത്. നല്ല കവിതയല്ലേ? അപ്പം എല്ലാവരും നല്ല ഈണത്തിൽ അതൊന്ന് പാടി നോക്കുക കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്റർ പാട്ട് ഇവിടെ കഴിയാണ്. അടുത്തത് നമുക്കതിൻ്റെ എക്സസൈസ് ഒന്ന് നോക്കാം. शब्दों का खेल. नीचे दिए गए शब्दों को ध्यान से सुनिए. इन शब्दों की पहली और अंतिम ध्वनि पहचानिए. ध्वनि എന്ന് പറഞ്ഞാൽ ശബ്ദം, പെഹലി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ്, അന്തിം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന വേർഡ്സിൻ്റെ ഫസ്റ്റ് വേർഡും സെക്കൻഡ് വേർഡിൻ്റെയും ശബ്ദം, ധ്വനി എന്താണെന്ന് മനസ്സിലാക്കാനാണ് പറയുന്നത്. ആദ്യത്തെ വേർഡ് താൽ. താൽ, താലിൻ്റെ ഫസ്റ്റ് ധ്വനി എന്താ? താ. ലാസ്റ്റ് ധ്വനി ല്, താൽ. നെക്സ്റ്റ് വൺ, ഫസ്റ്റ് ധ്വനി ചാ, ലാസ്റ്റ് ധ്വനി ൽ, ചാൽ. അടുത്തത് ദാ ല്, അപ്പോൾ ദാൽ. അടുത്തത് കമാൽ. കമാൽ എന്ന് പറഞ്ഞ വേർഡിൻ്റെ ഫസ്റ്റ് ധ്വനിയാണ് ക, ലാസ്റ്റ് ധ്വനിയാണ് ല, ക ല.
അപ്പോൾ എല്ലാത്തിൻ്റെയും ലാസ്റ്റ് ധ്വനി ല ആണല്ലേ. ലാൽ അവസാനിക്കുന്ന വേർഡ്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ऐसे शब्द लिखिए जिनकी अंतिम ध्वनि इन शब्दों ताल चाल दाल कमाल जैसे हो. അതായത് നിങ്ങൾ കുറച്ച് വേർഡ്സ്, ഇവിടെ കുറച്ച് ബ്ലാങ്ക്സ് കണ്ടില്ലേ, അവിടെ കുറച്ച് വേർഡ്സ് എഴുതി ഫില്ല് ചെയ്യണം. എങ്ങനെയായിരിക്കണം? അതിൻ്റെ ലാസ്റ്റ് അന്തിം ധ്വനി ല, താൽ ചാൽ ദാൽ കമാൽ, എല്ലാത്തിൻ്റെയും അവസാനത്തെ ധ്വനി ല ആണല്ലേ. അപ്പം നിങ്ങളും ല വരുന്ന കുറച്ച് വേർഡ്സ് എഴുതാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേർഡ്സ് എഴുതാം. നമുക്ക് 2-3 വേർഡ്സ് ഇവിടെ നോക്കാം അല്ലേ. ജാൽ, മാൽ, സവാൽ. കണ്ടോ? ഇതും ലാൽ അവസാനിക്കുന്ന വേർഡ്സ് ആണ്. അപ്പോൾ ഇതേപോലെ ബുക്കിലുള്ളതും അല്ലാത്തതുമായിട്ടുള്ള നിങ്ങൾക്ക് അറിയുന്ന ലാൽ അവസാനിക്കുന്ന കുറച്ച് വേർഡ്സ് ഇവിടെ നിങ്ങളുടെ ബുക്കിൽ എഴുതുക. ഓക്കെ. അടുത്തത് ത, ഖ, ഡ की ध्वनि वाले शब्दों को पहचानिए और लिखिए. അപ്പോൾ ഇവിടെ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ വേർഡ്സിനകത്ത് നമുക്ക് ത, ഖ, ഡ ഈ ഒരു ധ്വനി വരുന്ന ശബ്ദങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് നമുക്ക് ഈ ഒരു ബ്ലാങ്ക്സിൽ ഫില്ല് ചെയ്യണം. ഇപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. ഘ വരുന്ന ശബ്ദങ്ങൾ ഇവിടെ എഴുതാം. പിന്നെ ത വരുന്ന ശബ്ദങ്ങൾ ഇവിടെ എഴുതാം. പിന്നെ ഡ വരുന്ന ശബ്ദങ്ങൾ ഇവിടെയും എഴുതാം. ഇതൊക്കെ നിങ്ങൾ നല്ല ഭംഗിയായിട്ട് നിങ്ങളുടെ ബുക്കിൽ പെൻസിൽ കൊണ്ട് എഴുതണം കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ്? ഘ ഫസ്റ്റ് വേർഡ് ഘോഡ. ഘോഡയിൽ ഘായുമുണ്ട് ഡായുമുണ്ട്. അപ്പം നമുക്ക് എവിടെ വേണമെങ്കിലും എഴുതാം. അപ്പം നമുക്ക് ഘോഡ. അപ്പം ഘ. അപ്പോൾ അത് ഒന്ന് ഇവിടെ എഴുതാം. പിന്നെ താല. താല എന്ന് പറഞ്ഞാൽ ലോക്ക് അല്ലേ. താ. അപ്പോൾ താല എന്താ വരുന്നത്? ത. അപ്പം നമുക്ക് ആ വേർഡിനെ എടുത്തിട്ട് ഇവിടെ എഴുതാം. പിന്നെ പേഡ്, അതിൽ ഡ ഉണ്ട് അല്ലേ. നമ്മുടെ ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഡ അല്ലേ. അപ്പം നമുക്ക് പേഡിന് ഇവിടെ എഴുതാം. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഈ വേർഡ്സ് നോക്കിയിട്ട് ഇതിൽ ഈ പറഞ്ഞിരിക്കുന്ന 3-ലും ഏതൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ അടിയിൽ അതുപോലെ എഴുതി കൊടുക്കുക. ഓക്കെ. ഇതൊരു ചെറിയ ചാപ്റ്റർ ആണല്ലേ, പെട്ടെന്ന് കഴിഞ്ഞു. അപ്പോൾ ഇനി വേഗം അടുത്ത ചാപ്റ്ററുമായിട്ട് ഞാൻ വരുന്നതാണ്. അതുവരേക്കും ബൈ.